ഹായ് ഓൾ, നമസ്കാരം. കേരള PSC 2024 നടത്തിയ കൂലി വർക്ക് മെയിൻ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ് ഇന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 16/2024. ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ഉത്തരം റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. റൗലറ്റ് നിയമമാണ് അതിന് കാരണമായത്. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമേത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമേത്? ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പൂർണ്ണ സ്വരാജ് 1929 പൂർണ്ണ സ്വരാജ്. 1929 ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. ലാഹോർ സമ്മേളനത്തിൽ. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ബംഗാൾ വിഭജനം നടന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അനുച്ഛേദം 19 പറയുന്നത് എന്താ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 19. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം പറയുന്ന അനുച്ഛേദം 32. ചൂഷണത്തിനെതിരെയായ അവകാശം പറയുന്ന ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ പറയുന്നത് ചൂഷണത്തിനെതിരെയായ അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇതെല്ലാം മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളാണ് 12 മുതൽ 35 വരെ. ഏഴാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 44-ാം ഭരണഘടനാ ഭേദഗതി 1978. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടന.
ഓപ്ഷൻ എ ആണ് ഉത്തരം, അമേരിക്ക. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ ചെയ്യുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആര്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലാണ് 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപമായിരുന്നു. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. 1721. മലബാർ കലാപം 1921. മലബാർ കലാപം 1921. കുറിച്യ കലാപം 1812. 1812 കുറിച്യ ലഹള നടന്നത്. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിബായി ആണ്. ഗൗരി പാർവതിബായി ആണ് ഉത്തരം. ഓപ്ഷൻ എ ഗൗരി പാർവതിബായി. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. അടുത്ത ചോദ്യം, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആദ്യത്തെ പ്രസ്താവന നോക്കാം. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. അത് ശരിയാണ്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. അതും ശരിയാണ്. 1998 G20 രൂപീകരിച്ചത്. 1998 G20 രൂപീകരിച്ചത്. ഇത് തെറ്റാണ്. 1999 സെപ്റ്റംബർ 26 G20 രൂപീകരിച്ചത്. അടുത്ത പ്രസ്താവന, എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഇതും ശരിയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ഇനി വരാനിരിക്കുന്ന G20 2024 ബ്രസീലിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം 2023 G20 നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 18ാമത് G20 ആയിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്നത്. 18ാമത്തെ G20 ആയിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്നത് 2023. 2024 ബ്രസീലിൽ വെച്ചിട്ട് 19ാമത്തെ G20 ആണ് നടക്കാൻ പോകുന്നത്. 17ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ ജില്ലയാണ് ഉത്തരം. കണ്ണൂർ ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയാണ് ഏറ്റവും കുറവ്. 18ാമത്തെ ചോദ്യം,
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തിയാര്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തിയാര് എന്നാണ് ചോദ്യം. ആരാണ്? പോട്ടി ശ്രീരാമലു ആണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പോട്ടി ശ്രീരാമലു. ഫസൽ അലിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്. അതിലെ മറ്റ് പ്രധാന ആളുകളായിരുന്നു KM പണിക്കരും HN കുൻസ്രുവും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പോട്ടി ശ്രീരാമലു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ചേരിചേരാ നയം. ചേരിചേരാ നയം അത് വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിലൊന്നാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി. അതിൽ ചേരിചേരാ നയം പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അടുത്തത് സമാധാനപരമായ സഹവർത്തിത്വം. സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസം. ഐക്യരാഷ്ട്രസഭയിലെ വിശ്വാസവും വിദേശ നയത്തിൻ്റെ പ്രധാന കാരണമാണ്. സ്വാശ്രയത്വം വിദേശ നയത്തിൽ പെടുന്നില്ല, അത് തെറ്റാണ്. ഇവിടെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. 1, 2, 3 പെടുന്നവ. 1, 2, 3 വരുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടത്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തു നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ്റെ മാതൃക. സോവിയറ്റ് യൂണിയൻ്റെ മാതൃക സ്വീകരിച്ചാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 24ാമത്തെ ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ശ്രീലങ്കൻ ടീമിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ശ്രീലങ്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീലങ്ക. അടുത്ത ചോദ്യം, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? എത്രാം സ്ഥാനത്താണ് ഇന്ത്യ? 7ാം സ്ഥാനമാണ്. ഇന്ത്യ 7ാം സ്ഥാനത്താണ് ഉള്ളത്. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാനാണ്. ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം,
19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയിൽ വെച്ചിട്ടായിരുന്നു 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9 ആണ്. 9 ജില്ലകളാണ് കടൽത്തീരമുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. എന്നാൽ കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. അത് ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് കടൽത്തീരമില്ല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുതി പദ്ധതി ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ്. ഓപ്ഷൻ ഡി പമ്പ നദി. പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഉള്ളത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴയാണ്. ഓപ്ഷൻ ഡി ആലപ്പുഴ. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമടക്കായലിൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941 ആണ്. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? എ.ജെ. ദേശായിയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. എ.ജെ. ദേശായി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. കേരളത്തിൽ ആകെ 6 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അതിൽ 5ഉം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇരവിക്കുളം, മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപൂഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം,
ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ചന്ദ്രയാൻ 3യിലൂടെ ISRO വിക്ഷേപിച്ചത് അല്ലാത്തത് ഏത്? ഓർബിറ്റർ ആണ്. ഓർബിറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏത്? താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏത്? ഗ്രാമീണ ജീവിതമാണ് ഉത്തരം. ഗ്രാമീണ ജീവിതം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗ്രാമീണ ജീവിതം. അടുത്ത ചോദ്യം, ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? എന്നാണ്? ജൂലൈ 1, 2017. ജൂലൈ 1, 2017. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രേംചന്ദ്. പ്രേംചന്ദാണ് ഗോദാൻ എന്ന കൃതി രചിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തെയാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അല്ലു അർജുൻ. അല്ലു അർജുനെയാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി അല്ലു അർജുൻ. അടുത്ത ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? കാലം സാക്ഷി. കാലം സാക്ഷി എന്ന കഥയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയം വഹിച്ച രാജ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. ഇത് തെറ്റായ ജോഡിയാണ്. ഉളിപ്പല്ല് ഭക്ഷണ പദാർത്ഥങ്ങൾ കടിച്ച് മുറിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഉളിപ്പല്ല്. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. അത് ശരിയാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല്ല് ഉപയോഗിക്കുന്നത്. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ എന്നത് തെറ്റാണ്. ചർവണകം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആഹാരം ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്നു. ആഹാരം ചവച്ചരയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ് ചർവണകം. അടുത്തത് അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ എന്നത് തെറ്റാണ്. അഗ്രചർവണകവും ആഹാര വസ്തുക്കളെ ചവച്ചരയ്ക്കാനാണ്. ആഹാരം ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകവും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. 2 മാത്രം എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ്? ബി ആണ് ഉത്തരം. ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി 2 മാത്രം. അടുത്ത ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയറിൻ്റെ സങ്കര ഇനമാണ് ലോല. പയറിൻ്റെ സങ്കര ഇനമാണ് ലോല. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണരോഗത്തിൻ്റെ ലക്ഷണമാണ് അസ്ഥികൾ വളയുന്നത്. കനം കുറഞ്ഞ് വളയുന്നത് കണരോഗത്തിൻ്റെ ലക്ഷണമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ഇത് തെറ്റാണ്.
തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ഇത് തെറ്റാണ്. സൂര്യന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുമാണ്. അപ്പോൾ ഇവിടെ ശരിയായത് എന്നതാണ് ചോദ്യം. 2 മാത്രമാണ് ശരിയായത്. 2 മാത്രം ശരി എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽ തീരം. മലപ്പുറം ജില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത്? 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം സംസ്ഥാന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? സംസ്ഥാന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ആർദ്രം പദ്ധതിയാണ്. ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർദ്രം പദ്ധതി. അടുത്ത ചോദ്യം മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അത് തെറ്റാണ്. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം മാത്രമായിട്ടാണോ മാറുന്നത്? അല്ലല്ലോ, അതും തെറ്റാണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. ശരിയാണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. അത് ശരിയാണ്. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. അത് എന്തായാലും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. അടുത്ത ചോദ്യം മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ശരിയാണ്. ഊഞ്ഞാലിൻ്റെ ചലനം. ഊഞ്ഞാലിൻ്റെ ചലനം അത് ദോലന ചലനമാണ്. ഊഞ്ഞാലിൻ്റെ ചലനം. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം ദോലനത്തിൻ്റെ ചലനത്തിന് ഉദാഹരണമാണ്. ജയൻ്റ് വീലിൻ്റെ ചലനം. ജയൻ്റ് വീലിൻ്റെ ചലനം അത് തെറ്റാണ്. ജയൻ്റ് വീലിൻ്റെ ചലനം ദോലന ചലനമല്ല. അപ്പോൾ ഇവിടെ ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജയൻ്റ് വീലിൻ്റെ ചലനം ദോലന ചലനത്തിന് ഉദാഹരണമല്ല. അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് ഉത്തരം. ഐസ് ചൂടാക്കും. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയ. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു. കണികകളുടെ ഊർജം കൂടുന്നു. അത് ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അതും ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അത് ശരിയാണ്. കണികകളുടെ ചലനം കുറയുന്നു. അത് തെറ്റാണ്. ചലനം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം.
1, 2, 3 ശരി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചതെവിടെ? ജപ്പാനിലാണ് JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജപ്പാൻ. അടുത്ത ചോദ്യം, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷത അല്ലാത്തത് എന്നതാണ് ചോദ്യം. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ചിക്കൻ ബോക്സ് ആണ് ഇതിൽ ഒറ്റപ്പെട്ടത്. ബി ആണ് ഉത്തരം. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. എന്നാൽ ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ഇതെല്ലാം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ബാക്ടീരിയ. സോ ചിക്കൻ ബോക്സ് ആണ് ഇതിൽ ഒറ്റപ്പെട്ടത്. ചിക്കൻ ബോക്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ഇതെല്ലാം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? വവ്വാലാണ് നിപ്പ വൈറസിന് കാരണമാകുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വവ്വാൽ. അടുത്ത ചോദ്യം, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? ഇരുമ്പാണ്. അയൺ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. സ്ഫിഗ്മോമാനോമീറ്റർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? പ്രമേഹമാണ്. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അവസ്ഥ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ് രക്തകോശങ്ങളെയാണ് HIV ബാധിക്കുന്നത്. എയ്ഡ്സിന് കാരണമായ HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റ് കോശങ്ങളിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? WIFS. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലമിത്ര പദ്ധതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? രക്തത്തിലൂടെ എയ്ഡ്സ് രോഗം പകരും. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എയ്ഡ്സ് രോഗം പകരുന്നതാണ്. കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുകയില്ല. അത് തെറ്റാണ്. സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ എയ്ഡ്സ് രോഗം പകരും. ഇതിൽ എയ്ഡ്സ് രോഗം പകരാത്ത മാർഗം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുകയില്ല. അടുത്ത ചോദ്യം, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്?
ക്യാപ്റ്റൻ ഗീതിക കൗറാണ്. ക്യാപ്റ്റൻ ഗീതിക കൗറാണ് സിയാച്ചിനിൽ ആദ്യമായി വനിതാ മെഡിക്കൽ ഓഫീസർ നിയമിതമായത്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്യാപ്റ്റൻ ഗീതിക കൗർ. അടുത്ത ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? കൊൽക്കത്ത നഗരമാണ്. കൊൽക്കത്തയാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ നഗരം. കൊൽക്കത്ത. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാടാണ്. തുടങ്ങനാടാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ ആദ്യത്തെ സ്പൈസ് പാർക്ക് ആരംഭിച്ചത്. തുടങ്ങനാട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി 28%. 28%. ഓപ്ഷൻ സി ആണ് ഉത്തരം. 28% ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിൽ GK നിന്ന് വന്ന ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.